സന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമഃശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഗീതയിലെ ആദ്യത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ധർമ്മക്ഷേത്രമാണ്. അനേകം പുണ്യയജ്ഞങ്ങൾ നടന്നിട്ടുള്ള ഭൂമിയാണ്. അവിടെയാണ് യുദ്ധത്തിന് താല്പര്യപ്പെട്ടുകൊണ്ട് പാണ്ഡുവിൻ്റെ പുത്രന്മാരും കൗരവരും ചേർന്നിരിക്കുന്നത്, മുഖാമുഖം ചേർന്നിരിക്കുന്നത്. യുയുത്സവ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യുദ്ധം ചെയ്യുവാൻ ഇച്ഛിച്ചു വന്നവരാണ്. അവരുടെ താത്പര്യം യുദ്ധം ചെയ്ത് മാറ്റുരച്ച് അതിൽ ആര് ധർമ്മയുദ്ധത്തിൽ ജയിക്കുന്നു എന്ന് ചെയ്ത്. പണ്ടൊക്കെ നേരിട്ടായിരുന്നു യുദ്ധം, ഇന്ന് നേരിട്ടല്ല. ഇപ്പോൾ വിദ്യാസാഗരനെ ഉപദ്രവിക്കണമെങ്കിൽ നേരിട്ടല്ല അവർ, അതിന് മറ്റുള്ള ശത്രുക്കളോട് സൂക്ഷ്മമായി സന്ധി ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയാണ്. അതുപോലെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ആണുങ്ങളുടെ യുദ്ധമായിരുന്നു. കൗരവരായാലും പാണ്ഡവരായാലും രണ്ടു പക്ഷക്കാരും ആണുങ്ങളായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതിലാകെ ഒരു യുദ്ധത്തിൻ്റെ നീതിയെ ഒലച്ചത് ശിഖണ്ഡിയാണ്. ഇന്നും ശിഖണ്ഡിയുടെ മാതൃകയിൽ പെരുമാറുന്ന ആളുകളുണ്ട് യുദ്ധത്തിൽ. ഭീഷ്മർ അതുകൊണ്ട് തന്നെ ഒരു വ്രതമെടുത്തു. എന്താണ്? ശിഖണ്ഡി ഇവൻ ആണുമല്ല പെണ്ണുമല്ല, ഇവൻ അഭിപ്രായം പറയില്ല, തുറന്നു പറയില്ല, ഇവൻ നേരിട്ട് ഇവൻ്റെ സ്വത്വം വെളിപ്പെടുത്തില്ല. ഇങ്ങനെയുള്ള ശിഖണ്ഡി എൻ്റെ നേരെ യുദ്ധത്തിന് വന്നാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യില്ല, ഞാൻ ആയുധം താഴ്ത്തു വയ്ക്കും, കാരണം ഞാൻ ആണിനോട് മാത്രമേ യുദ്ധം ചെയ്യൂ എന്ന് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു. ഈ പറഞ്ഞ വാക്യം ദുര്യോധനനെ കുറച്ചൊന്നുമല്ല ഒലച്ചത്. കാരണം ദുര്യോധനൻ അറിയാം ശിഖണ്ഡി ജനിച്ചത് തന്നെ ഭീഷ്മരെ കൊല്ലാനായിട്ടാണ്, ശപഥം ചെയ്തുകൊണ്ട് ജനിച്ചതാണ്. ദ്രുപദ പുത്രനോ പുത്രി എന്നോ പറയാം. അപ്പോൾ ഭീഷ്മപിതാമഹൻ ഒരു ശപഥമെടുക്കുകയാണ്. ഞാൻ ഒരു കാരണവശാലും ഈ ശിഖണ്ഡി എൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആയുധമെടുക്കില്ല, ഞാൻ നിന്നു കൊടുക്കും. എന്നെ കൊല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നു കൊടുക്കും. കാരണം ഞാൻ ആ ഒരു വ്യക്തി ആണല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലിടില്ല എന്ന് ശിഖണ്ഡിയെപ്പറ്റി ദുര്യോധനോടും മറ്റും ഭീഷ്മപിതാമഹൻ നന്നായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭീഷ്മരെ സംരക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ് ദുര്യോധനൻ്റെ ആപ്തവാക്യം ഈ കാര്യത്തിൽ. കാരണം ദുര്യോധനൻ അത് ചെയ്തില്ലെങ്കിൽ ഭീഷ്മർ വീണാൽ ദുര്യോധനൻ്റെ പടം മൊത്തം എരിഞ്ഞടങ്ങും. ഭീഷ്മരാണ് ആ പടയെ സംരക്ഷിക്കുന്ന ശക്തി. ശരി, അടുത്ത ശ്ലോകം. ഇതിനെ ഭഗവത്ഗീതയെ മൊത്തം ഒരു മാലാമന്ത്രമായിട്ട് കാണുന്ന ഒരു രീതിയുമുണ്ട്. ഭഗവത്ഗീതയെ മൊത്തം ഒരു മാലാമന്ത്രമായിട്ട് കണ്ടുവരുന്നുണ്ട്. സന്യാസിമാർ പലരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സഞ്ജയ ഉവാച. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് സഞ്ജയൻ പറയാണ്. ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സഞ്ജയൻ പറയാണ്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. എന്താണ് സഞ്ജയൻ പറഞ്ഞു? തഥാ അപ്പോൾ രാജാവായ ദുര്യോധനൻ വ്യൂഢം ചമയ്ക്കപ്പെട്ടിട്ടുള്ള, വരിയായി നിർത്തപ്പെട്ടിട്ടുള്ള, ഓർഡർ ചെയ്തിട്ടുള്ള സൈന്യമാണ് വ്യൂഢം. അങ്ങനെ സൈന്യം ചമയ്ക്കപ്പെട്ടിട്ടുള്ള വ്യൂഢത്തെ പാണ്ഡവാനീകം, പാണ്ഡവ ആനീകം സേന, പാണ്ഡവന്മാരുടെ സേനയെ ദൃഷ്ട്വാതു കണ്ടിട്ട്,
ആചാര്യം ഉപസംഗമ്യ, ആചാര്യനായ ദ്രോണരുടെ സമീപം ചെന്നിട്ട് വചനമബ്രവീത്, ഇപ്രകാരം പറഞ്ഞു. ആചാര്യനായ ദ്രോണൻ്റെ അടുത്ത് ചെന്നിട്ട്, ദ്രോണാചാര്യൻ്റെ അടുത്ത് ചെന്നിട്ട് ദുര്യോധൻ പാണ്ഡവസേനയെ കണ്ടിട്ട്, വ്യൂഢം പാണ്ഡവാനീകം, വരിയായി നിർത്തപ്പെട്ടിട്ടുള്ള പാണ്ഡവരുടെ സേനയെ കണ്ടിട്ട് ഇപ്രകാരം ദ്രോണരോട് പറഞ്ഞു. എന്താണ് ദ്രോണരോട് പറഞ്ഞത്? ഇത് പാണ്ഡവ സൈന്യത്തിൻ്റെ വലുപ്പത്തെ കാണിച്ചുകൂടെയാണ് ഇതുപോലെ ദുര്യോധൻ പറയുന്നത്. പശ്യൈതാം പാണ്ഡുപുത്രാണാം, പശ്യ ഏതാം, അത് സന്ധി ചേർന്നിട്ട് സന്ധി വന്നിട്ട് പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം. ചമൂം എന്ന് പറയുന്നത് സൈന്യമാണ്, സൈന്യം ചമയ്ക്കുകയാണ്. ചമുവിനെ, ആ സൈന്യത്തെ കണ്ടാലും പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ഹേ ആചാര്യ, അല്ലയോ ആചാര്യ ദ്രോണാചാര്യരെ, തവ ശിഷ്യേണ, അങ്ങയുടെ ശിഷ്യനായും ധീമത അതിബുദ്ധിമാനും ദ്രുപദൻ്റെ പുത്രനുമായിട്ടുള്ള രാജകുമാരനാൽ, ധൃഷ്ടദ്യുമ്നനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ധൃഷ്ടദ്യുമ്നാൽ ക്രമമായി നിർത്തപ്പെട്ടിട്ടുള്ള, ആ സേനയുടെ നായകൻ ധൃഷ്ടദ്യുമ്നാണ്. ക്രമമായി നിർത്തപ്പെട്ടിട്ടുള്ള മഹതീം, വലുതായ ചമൂം, ഈ സൈന്യത്തെ, ഏതാം ചമൂം, ഏതാം ചമൂം, അതാണ് പശ്യൈതാം തുടങ്ങുന്നത്. സന്ധി വന്നിട്ട് പശ്യൈതാം എന്നാണ്. ഏതാം ചമൂം ഈ സൈന്യത്തെ കണ്ടാലും. ഇവിടെയാണ് നമ്മളിനി പറയേണ്ടുന്ന കാര്യം, വളരെ സ്പഷ്ടമായി മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെയാണ് മഹാഭാരതത്തിൻ്റെ വളരെ സൂക്ഷ്മമായ ഒളിയമ്പുകൾ ഇരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഒളിയമ്പെന്ന് പറയുന്നത്, ദുര്യോധനൻ പോയിട്ട് ദ്രോണാചാര്യരെ കണ്ടിട്ട് പറയുന്ന വാക്യം എന്താണ്? അങ്ങയുടെ ശിഷ്യനും അതിബുദ്ധിമാനും ദ്രുപദൻ്റെ പുത്രനും എന്നൊക്കെ എടുത്തു പറയുകയാണ്. ഈ മഹാഭാരതത്തിലുടനീളം എന്തുകൊണ്ട് മഹാഭാരതം ലോക ക്ലാസിക്കുകളിൽ ഏറ്റവും മികച്ചതായതിനുള്ള തെളിവാണിത്. കാരണം മഹാഭാരതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ശബ്ദത്തിനും, ഓരോ നിപാതത്തിനും അതിൻ്റേതായ ചരിത്രപരമായ സാങ്കത്യമുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ശ്ലോകം പല രീതിയിൽ എഴുതാമായിരുന്നു, പക്ഷേ വ്യാസാചാര്യർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. അങ്ങയുടെ ശിഷ്യനായ ധൃഷ്ടദ്യുമ്നാൽ എന്നല്ല പറഞ്ഞത്, ദ്രുപദൻ്റെ പുത്രനും അങ്ങയുടെ ശിഷ്യനും മഹാബുദ്ധിമാനുമായ ഇയാളാൽ, രാജകുമാരനാൽ ചമയ്ക്കപ്പെട്ട പാണ്ഡവ സൈന്യത്തെ കണ്ടാലും, പശ്യേതാം സൈന്യം വ്യൂഢത്തെ കണ്ടാലും എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണ്. എന്തിനാണിത് പറഞ്ഞത്? ഇതിൻ്റെ പൂർവ്വകഥയുണ്ട്. മഹാഭാരതത്തിൽ ഇതിനു മുമ്പൊരു സന്ദർഭത്തിൽ ദ്രോണാചാര്യരുടെ സഹപാഠിയായിരുന്നു ദ്രുപദ മഹാരാജാവ്. ദ്രോണാചാര്യരോടൊപ്പം പഠിച്ചയാളാണ്. ഇപ്പോൾ സഹപാഠികൾ തമ്മിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ കടം ചോദിക്കുക പതിവാണ്. പിൽക്കാലത്ത് രാജാവായി വലിയ സമ്പത്ത് ഉണ്ടായ ദ്രുപദ മഹാരാജാവിൻ്റെ അടുത്ത് പട്ടിണിക്കാരനായി പോയ, വിധിവശാൽ ദാരിദ്ര്യമനുഭവിച്ച ദ്രോണാചാര്യർ ചെന്നിട്ട് സാമ്പത്തിക സഹായം ചോദിച്ചു. സഹായം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ദ്രുപദ മഹാരാജാവ് ദ്രോണാചാര്യരെ അപമാനിച്ച് അവഹേളിച്ച് പറഞ്ഞയച്ചു. ഈ പക, അവഹേളിക്കപ്പെട്ടതിൻ്റെ പക, ദാരിദ്ര്യത്തിൻ്റെ വേദന, ഇതെല്ലാം ചേർന്ന് ഒരു വലിയ പകയായിട്ട് ദ്രോണാചാര്യരുടെ ഉള്ളിൽ ദ്രുപദ മഹാരാജാവിൻ്റെ വാക്കുകൾ കടന്നു. ദ്രോണാചാര്യർ നേരെ ചെന്നത് ഹസ്തിനപുരത്തേക്കാണ്. ഹസ്തിനപുരത്ത് പോയിട്ട് കൗരവരെയും പാണ്ഡവരെയും നന്നായിട്ട് അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിപ്പിച്ചു. അസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം? ശസ്ത്രം എന്നാൽ എന്താണ് വ്യത്യാസം? അസ്ത്രം എന്നാൽ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്ന ആയുധം. കയ്യിൽ നിന്ന് തെറിച്ച് അസ്ത്രം അമ്പ് പോലെ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ ദൂരെ തെറിച്ച് ശത്രുവിനെ പോലെ, സുദർശനം പോലെ, അതൊക്കെ അസ്ത്രങ്ങളാണ്. ശസ്ത്രം എന്ന് പറഞ്ഞാലോ? ശസ്ത്രം എന്നാൽ കയ്യിൽ പിടിച്ചുകൊണ്ട്, കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കാതെ കത്തി പോലെ, വാള് പോലെ, അതാണ് അസ്ത്രശസ്ത്രങ്ങളുടെ വ്യത്യാസം.
അസ്ത്രശസ്ത്രവിദ്യകളിലെല്ലാം കൗരവരെയും പാണ്ഡവരെയും നിപുണരാക്കി തീർത്തു ഹസ്തിനപുരത്ത് വേണ്ടി. ഇത് ചെയ്യുന്നതിന് ദ്രോണാചാര്യരുടെ ഉള്ളിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇവരെല്ലാം യുദ്ധം പഠിപ്പിച്ചിട്ട് ഇവരെ കൊണ്ട് തന്നെ പിന്നീട് ദ്രുപദ മഹാരാജാവിനെ ആക്രമിച്ച് ബന്ധനസ്ഥനാക്കി ദ്രോണാചാര്യർ. തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് ദ്രുപദ മഹാരാജാവിനോടുള്ള പക വീട്ടി ദ്രോണാചാര്യർ. പക വീട്ടിയിട്ട് ദ്രോണാചാര്യർ ദ്രുപദനെ അപമാനിച്ചു, കെട്ടിയിട്ടു. പിന്നീട് ദ്രോണാചാര്യർക്ക് തന്നെ പക തീർന്നു എന്ന് തോന്നിയപ്പോൾ, മനസ്സിന് ഒരല്പം ദയവ് തോന്നിയപ്പോൾ ദ്രുപദ മഹാരാജാവിനെ വിട്ടയച്ചു. ദ്രുപദ മഹാരാജാവട്ടെ പുതിയ പക തുടങ്ങുകയാണ് അവിടെ. അപ്പോൾ ഈ മഹാഭാരതത്തിൽ പകയുടെ ഒരു ചരിത്രം കാണാം. ദ്രുപദ മഹാരാജാവ് തിരിച്ചുപോയി രാജ്യഭരണം ഏറ്റെടുത്ത് സമ്പന്നമായ രാജ്യം ഭരിക്കുന്ന കൂട്ടത്തിൽ യാഗം നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? മക്കളുണ്ടാവാൻ വേണ്ടി. ആ മക്കളുണ്ടാവുന്ന യാഗത്തിൽ ഒരു കാര്യം പ്രത്യേകം ചിന്തിച്ചിട്ടാണ്, എൻ്റെ ഒരു പുത്രനെ കൊണ്ട് ദ്രോണരെ ഞാൻ കൊല്ലിക്കും. അങ്ങനെ സങ്കല്പം ചെയ്ത് ഉണ്ടായ പുത്രനും പുത്രിയുമൊക്കെയാണ് ഈ ദ്രൗപദിയും. അഗ്നിയിൽ നിന്നുണ്ടായവളാണ് പാഞ്ചാലി, ശക്തി തന്നെയാണ്. ഈ പാഞ്ചാലി തന്നെ തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും ശക്തി ദേവിയായിട്ട് പഞ്ചമി അമ്മൻ, പാഞ്ചാലി അമ്മൻ എന്ന് പറഞ്ഞ് പൂജിക്കാറുണ്ട്. അത് അഗ്നിയിൽ നിന്നുണ്ടായതുകൊണ്ടാണ്. ലളിതാംബിക ഉണ്ടായത് ചിദഗ്നികുണ്ട സംഭൂത എന്ന് പറഞ്ഞ പോലെ. ദ്രുപദൻ്റെ പുത്രിയായ ദ്രൗപദിയും ധൃഷ്ടദ്യുമ്നനും അഗ്നിയിൽ നിന്നുണ്ടായി, ശിഖണ്ഡിയും ഉണ്ടായി. ധൃഷ്ടദ്യുമ്നൻ ഉണ്ടായത് തന്നെ ഈ ദ്രോണാചാര്യരോടുള്ള പക വീട്ടാനാണ്. തന്നെ കെട്ടിയിട്ടതിൽ, തന്നെ ശിഷ്യന്മാരെ കൊണ്ട് ആക്രമിപ്പിച്ചതിലുള്ള ശത്രുത പക വീട്ടാൻ വേണ്ടിയിട്ട് ധൃഷ്ടദ്യുമ്നനെ ഉണ്ടാക്കി. ധൃഷ്ടദ്യുമ്നൻ ജനിച്ചത് തന്നെ ദ്രോണനെ കൊല്ലാനാണ്. ആ ദ്രോണാചാര്യരോട് പോയിട്ട് യുദ്ധത്തിൻ്റെ സമയത്ത് പറയുന്ന വാക്യം എന്താണ്? പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. ആ വാക്കുകൾ മഹാഭാരതം പോലെ ഇത്ര പെർഫെക്റ്റ്ലി വേർഡഡ് ആയിട്ടുള്ള മറ്റൊരു ഇതിഹാസം കാണാൻ സാധിക്കില്ല. എന്തിനാ പറഞ്ഞത്? അടുത്ത് പോയി പറയുകയാണ്, അങ്ങയുടെ ശിഷ്യനും. അപ്പോൾ അറിയാം. അപ്പോൾ ഇനി ഇതിൽ രസകരമായ സംഗതിയുണ്ട്. ധൃഷ്ടദ്യുമ്നൻ ഉണ്ടായ ശേഷം ഈ പകയൊക്കെ മാറിയില്ല, പരസ്പരം പകരം വീട്ടിൽ നിന്നുള്ള ധാരണയിലാണല്ലോ. ശീതസമരം മനസ്സിൽ ഉണ്ടെങ്കിലും ദ്രുപദ മഹാരാജാവ് യുവരാജാവിനെ, ധൃഷ്ടദ്യുമ്നനെ അസ്ത്രശസ്ത്രവിദ്യ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടതും ഇതേ ദ്രോണാചാര്യരുടെ അടുത്താണ്. ദ്രോണാചാര്യർ ശത്രുതയൊന്നും ചിന്തിക്കാതെ ആ കുട്ടിയെ പഠിപ്പിച്ചു, തൻ്റെ കൂടെ നിർത്തി പഠിപ്പിച്ചു. ആരെ? ധൃഷ്ടദ്യുമ്നനെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ശിഷ്യനാവുന്നത്. പക്ഷേ ധൃഷ്ടദ്യുമ്നൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വീട്ടാനുള്ളതാണ് പക എന്നുള്ള ചിന്തയുണ്ട്. അതാണ് ഈ ഒറ്റ ശ്ലോകത്തിലൂടെ ഈ ചരിത്രം മുഴുവൻ ദുര്യോധനൻ പറഞ്ഞു വെക്കുകയാണ്. എന്തിനു വേണ്ടി? ദ്രോണാചാര്യരുടെ ഉള്ളിൽ ധൃഷ്ടദ്യുമ്നൻ്റെ യഥാർത്ഥ ഇംഗിതം എന്താണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവരവിടെ നിൽക്കുന്നത് താങ്കളുടെ ശിഷ്യനായിട്ടല്ല, താങ്കളെ കൊല്ലാനുണ്ടായവനാണ്. അതുകൊണ്ട് കരുതിയിരുന്നോളൂ, നന്നായി യുദ്ധം ചെയ്തോളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചരിത്രം ഒന്നും അറിയാതെ ഈ ശ്ലോകം പഠിച്ചാൽ അങ്ങനെ ഇരിക്കും. ദ്രോണരുടെ ശിഷ്യനാണ് ധൃഷ്ടദ്യുമ്നൻ, അതവിടെ നിൽക്കുന്നു, സൈന്യം കഴിഞ്ഞു. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. മഹാഭാരതത്തിൻ്റെ ഈ ചരിത്രം മുഴുവൻ, ഈ പകയുടെ ചരിത്രം അറിഞ്ഞാലേ മഹാഭാരതം നന്നായി വെളിപ്പെടൂ. ഇനി നാളെ ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.